അയാൾ മരിച്ചു മേലെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ആ ഡിസ്കഷനിൽ ഈ കാര്യം പറഞ്ഞിരുന്നു. 7 വീഡിയോ ആണ്, 7 ക്ലിപ്പ് എടുത്തു എന്ന് പറഞ്ഞു ഷിംജിത. ഈ 7 ക്ലിപ്പിലും ഒരു പ്രാവശ്യം പോലും ഇയാൾക്ക് മാറി നിൽക്കാൻ തോന്നിയില്ലേ? ഇത്രയും രീതിയിൽ അബ്യൂസ് ചെയ്യാനായിട്ട് മനഃപൂർവ്വം ഒരു സ്ത്രീ ഇത് ചെയ്യുന്ന സമയത്ത് ഇയാൾക്ക് തോന്നിയില്ല അബദ്ധത്തിൽ പോലും കൈ തട്ടരുതെന്ന്? അബദ്ധത്തിൽ ഒരാളുടെ കൈ തട്ടിയാൽ ഇതുവരെയും കഴിഞ്ഞില്ല കേട്ടോ. ഒരാളിനെ കൊന്ന് ആളുടെ കുടുംബം മൊത്തം ഇന്നും ആ കണ്ണീര് നിന്നിട്ടില്ല. ഇന്നും വന്നിരുന്ന് പറയുക ആളുടെ കൈ തട്ടിയപ്പോ എന്താ മാറി നിൽക്കാഞ്ഞത്? അവളുടെ ദേഹത്തല്ലേ കൈ കൊണ്ടത്, അവളുടെ എവിടെ ആണല്ലോ കൈ കൊണ്ടത്, അപ്പൊ അവളല്ലേ മാറി നിൽക്കേണ്ടത്? ഇങ്ങനെയുള്ള സ്ത്രീകളെ പിടിച്ചിരുത്തി ഇന്നും ഇന്റർവ്യൂ ചെയ്ത് വൈറലാക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാരുണ്ടല്ലോ. എന്തൊക്കെയാ വന്നിരുന്ന് പറയുന്നത്? എന്തുകൊണ്ട് കൈ കൊണ്ടപ്പോ അയാൾ മാറി നിന്നില്ല, എന്തുകൊണ്ട് തട്ടിയപ്പോ മാറി നിന്നില്ല എന്ന്? ആരാ മാറണ്ടേ? ആളുടെ ദേഹത്തെ തട്ട് കൊണ്ടത്, തട്ട് അവളുടെ ദേഹത്തല്ലേ കൊണ്ടത്, അപ്പൊ അവളല്ലേ കുറച്ച് മാറി നിൽക്കേണ്ടത് അവിടുന്ന്. ഒരു സ്ത്രീയുടെ ദേഹത്ത് തട്ടിയാൽ ഞാൻ കണ്ടിട്ടുണ്ട് പുരുഷന്മാര് തിരിഞ്ഞു നോക്കി സോറി പറയുന്നത്. ആ വീഡിയോയിൽ നിൽക്കുന്ന സമയത്ത് ദീപക് എങ്ങനെ നിൽക്കുന്നതായിട്ട് തോന്നി? ദീപക് അങ്ങോട്ട് നോക്കി നിൽക്കുന്നുണ്ട്. എങ്ങനെ നോക്കി ഫ്രണ്ടിൽ നിൽക്കുന്നതിലെ ആളുകളുണ്ടോ എന്ന് തോന്നുന്നത് കുറച്ചുകൂടി കയറി നിൽക്കാൻ സ്പേസ് ഉണ്ടെന്നാണ് തോന്നിയത്. അയാൾക്ക് വേണമെങ്കിൽ കയറി നിൽക്കായിരുന്നു, അല്ലെങ്കിൽ അയാൾക്ക് അവോയ്ഡ് ചെയ്ത് പോകായിരുന്നു. വീഡിയോയിൽ കൃത്യമായിട്ട് വ്യക്തമാവുന്നുണ്ട് ഓൾറെഡി ഷിംജിത്ത് അയാൾക്ക് വേണമെങ്കിൽ കയറി നിൽക്കായിരുന്നു, ഡ്രൈവറിന്റെ മടിയിലോട്ട് പോയിരിക്കായിരുന്നു അല്ലേ? ഇതെന്താണ് ബാക്കിയുള്ളവരൊക്കെ കഴിക്കണ ചോറല്ലേ? ആ വീഡിയോ എത്രത്തോളം ആൾക്കാർ കണ്ടത്? ആ ബസ്സിനകത്ത് എത്രത്തോളം ആൾക്കാരുണ്ടായിരുന്നു? അത് ഇരിക്കാൻ സീറ്റ് പോലും ഇല്ലായിരുന്നു, പിന്നെ എവിടെ പോയി നിൽക്കാനാ? ഇതെന്തൊക്കെയാ വന്ന് പറയുന്ന ഇവളുമാര്? ഇത് പിടിച്ചിരിക്കുന്ന ഭാഗത്തിലൂടെ ഇവിടെ സ്പേസ് ഉണ്ട്, ബാക്കിലാണ്. ആ ഷിംജിത്ത് വീഡിയോ എടുക്കുന്നതിൽ ഒപ്പം നിൽക്കുന്ന സ്ത്രീ മാത്രമാണ് ആ വീഡിയോയിലോട്ട് നോക്കി നിൽക്കുന്നത്, ദീപക് അല്ല നോക്കി നിൽക്കുന്നത് അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു വീഡിയോ എടുക്കുന്നുണ്ട്, ആ വീഡിയോ എടുക്കുമ്പോൾ കയറി നിൽക്കുകയാണ് വേണ്ടത്. നേരെ തിരിച്ച് അതിന് അപ്പുറത്തോട്ട് ഞാൻ ചോദിച്ചോട്ടെ, ഒരാളുടെ എന്നുള്ള നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു സ്ത്രീ പക്ഷത്താണ് നിൽക്കുന്നുണ്ടെങ്കിൽ, ആരോപിക്കുന്ന പുരുഷൻ വീഡിയോ എടുത്തിരുന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെ പ്രൈവസിനെ വരെ ചോദ്യം ചെയ്യാൻ തയ്യാറാവില്ലായിരുന്നു നിങ്ങൾ? ഡിനേ ചെയ്യുന്നില്ല മാഷെ, ഇതൊന്നും അല്ല ഇവിടുത്തെ കോൺടെസ്റ്റ്. അയാൾ മാറി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു വീഡിയോയിൽ അയാൾ ഇങ്ങനെ നിൽക്കുന്നു, മറ്റു വീഡിയോയിൽ അയാൾ ഇറങ്ങി പോകാനായിട്ട് നിൽക്കുന്നു. അപ്പോഴും അവർ അതേ ഇന്റൻഷനോട് കൂടിയാണ് അവർ വീഡിയോ എടുക്കുന്നത്. ഇഫ് ഷീ നോസ് ദാറ്റ് അയാൾ അങ്ങനത്തെ ഒരുത്തനല്ല എന്ന് അവർക്ക് തോന്നുക, അവരങ്ങനെ അയാൾ അതിന് മുമ്പ് അത് കാണിച്ചിട്ടില്ല, അവർക്കത് ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ അവർ ഇത്ര കോൺഫിഡന്റ് ആയിട്ട് എങ്ങനെയാണ് അത് നിൽക്കുന്നത്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതിന് മുമ്പ് ഇങ്ങനെ അനുഭവം ഉണ്ടാകാൻ വേണ്ടി ഷിംജിതയ്ക്ക് നേരത്തെ പറഞ്ഞ ദീപക്കുമായിട്ട് പരിചയം വല്ലതും ഉണ്ടായിരുന്നോ? ഒരു പരിചയം ഇല്ല. ബസ്സിനകത്ത് തിരക്കുള്ളൊരു ബസ്സിൽ കയറി എന്നുള്ളൊരു തെറ്റ് മാത്രമേ ആ പാവം പിടിച്ച മനുഷ്യൻ ചെയ്തിട്ടുള്ളൂ. എടാ ബസ്സിനകത്ത് ഇങ്ങനെ നിൽക്കുക, ഇവള് വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ പോയി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവളുടെ ദേഹത്ത് ടച്ച് ചെയ്യുമ്പോൾ അവളല്ലേ മാറി നിൽക്കണ്ടേ? അവൾക്കൊരു ബാഡ് ടച്ച് അനുഭവപ്പെട്ടു, അവളല്ലേ മാറി നിൽക്കണ്ടേ? വീണ്ടും വീണ്ടും വീഡിയോ ഓണാക്കി വെച്ചിട്ട് അവന്റെ കൈയുടെ മുട്ടിന്റെ സൈഡിൽ ഈ ബ്രസ്റ്റ് കൊണ്ടുപോയിട്ട് മുട്ടിന്റെ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് നിൽക്കുക. മനസ്സിലായ? അതിനകത്ത് എനിക്ക് മനസ്സിലാവുന്നു വാട്ട് ദ ഫക്ക്. ഒരു വീഡിയോ കൂടി ഉണ്ട് ചേച്ചിയുടെ, ആ തൊലിക്കട്ടിയില്ലേ ഇതൊക്കെ വന്നിരുന്നിട്ട് ഇങ്ങനെ പറയാൻ വീണ്ടും വീണ്ടും. ഇതൊക്കെ വീണ്ടും അവരുടെ വീട്ടുകാർ കാണുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരു മാനസിക അവസ്ഥയുണ്ടല്ലോ സഹോദരി, നിങ്ങളതൊക്കെ മനസ്സിലാക്കണം. അയാളുടെ കൈ പൊങ്ങിയില്ലായിരുന്നെങ്കിൽ, തട്ടിയില്ലായിരുന്നെങ്കിൽ എന്റെ വിശ്വാസങ്ങളെ മൊത്തം സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ഞാൻ അയാളെ കുറ്റപ്പെടുത്തില്ലായിരുന്നു. പക്ഷെ ഹി ഡിഡ് ഇറ്റ് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. അയാൾ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് എനിക്ക് ഒരു മാറ്റമില്ല. അയാൾ ചെയ്തിട്ടുണ്ട്. അയാൾ മരിച്ചു പോയത് കൊണ്ടാണ് എനിക്ക് അവരുടെ വീണ്ടും വീണ്ടും പറയുന്നത് അയാൾ ചെയ്തിട്ടുണ്ടെന്നാ. ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു തെളിവുണ്ടാവുമല്ലോ. എവിടെയാ തെളിവ്? ഞാൻ കണ്ട വീഡിയോസിൽ, ഞാൻ ഈ പറഞ്ഞ ഷിംജിതയുമായിട്ട് ബന്ധപ്പെട്ട് കണ്ട എല്ലാ വീഡിയോസിലും ആ പറഞ്ഞ ബസ്സിനകത്ത് നിൽക്കുന്ന ഒരു പർട്ടിക്കുലർ വീഡിയോ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. മനസ്സിലായ? അതിനകത്ത് 100-150% റീച്ചിന് വേണ്ടിയിട്ട് അവൾ ഒരാളുടെ ബാക്ക് സൈഡിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുക. സ്വാഭാവികമായിട്ടും ഞാനൊരു കാര്യം പറഞ്ഞത്, സ്വാഭാവികമായിട്ടും ഒരാളിൽ നിന്നും ഒരാൾക്ക് ഒരു ബാഡ് അനുഭവം ഉണ്ടായാൽ, ഒരു സ്ത്രീക്ക് ഒരു പുരുഷനിൽ നിന്നും ഒരു ബാഡ് ടച്ച് ഉണ്ടായാൽ ആ സ്ത്രീ വേണം കുറച്ച് മാറി നിൽക്കാൻ. ഇതിപ്പോ എന്തൊക്കെ തരത്തിൽ പോയെന്നറിയാം. ചെകുത്താന്ന് പറഞ്ഞ അയാൾ വന്നിട്ട് അയാളുടെ കയ്യിൽ ബാഗ്, എന്താ പെണ്ണു പിടിക്കാൻ നടക്കുന്ന പറഞ്ഞ ബാഗ് കൊണ്ട് നടക്കണ പോലെ. അയാൾക്ക് ജോലിയുണ്ട്, അയാൾ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്, ഒരു ക്ലോത്തിങ് ബ്രാൻഡിന്റെ സെയിൽസ് എക്സിക്യൂട്ടീവ്. അയാൾ ബാഗ് കൊണ്ട് അല്ലാണ്ട് ഒരു ചാക്ക് കൊണ്ട് പോകണ പണിക്ക്. അമ്മേനെ അച്ഛനെ ഓർത്തിട്ടാണ് എനിക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റാത്തതിനെ കുറിച്ച്. അല്ലെങ്കിൽ എനിക്ക് അയാളുടെ എല്ലാ ചലനവും എല്ലാ മാനസികാവസ്ഥകളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചിലപ്പോൾ പറ്റുമായിരിക്കും. പക്ഷെ ഇതല്ല സമയമെന്ന് എനിക്ക് എപ്പോഴും തോന്നി. ഞാൻ ശ്രീകണ്ഠൻ നായർ ചർച്ചയിൽ ഇരിക്കുന്ന സമയത്ത് പോലും, നമ്മൾ തമ്മിൽ ഇരിക്കുന്ന സമയത്ത് പോലും എനിക്ക് തോന്നിയത് ഇതല്ല അയാളെ ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട സമയം, ഇതല്ല അയാൾക്ക് നേരെ ഞാൻ കല്ലെറിയേണ്ട സമയം. പക്ഷെ ഈ ആക്ഷനും ഈ പറയുന്ന വ്യക്തികളുടെ പെരുമാറ്റം, ഈ മൈൻഡ് സെറ്റിനെതിരെ ഞാൻ സംസാരിച്ചേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഈ സ്ത്രീ ചെയ്ത മൈൻഡ് സെറ്റിനെതിരെ എനിക്ക് സംസാരിച്ചേ പറ്റത്തുള്ളൂ. കാരണം അവരുടെ മൈൻഡ് സെറ്റ് ഒരു സാധനം ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അവരിതല്ല ചെയ്യണ്ടേ. അവർക്കത് റെക്കോർഡ് ചെയ്യാതെ അത് പ്രൂഫായിട്ടാണെന്നുണ്ടായിരുന്നെങ്കിൽ, അവർക്ക് സിൻസിയർ ആയിട്ട് അത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ, ഇവർ കേസ് കൊടുത്തിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഇതിനുള്ള വേറെ റിസൾട്ട് ഉണ്ടായേനെ. ബിക്കോസ് അതേ സാധനം അവിടെ വർക്ക് ചെയ്യും. ഒരു സ്ത്രീയുടെ കേസ് ഇവർ പ്രൂഫോട് കൂടി ചെല്ലുമ്പോൾ അവർ പറയാം ഇതിനകത്തൊന്നും കാണാനില്ലെന്ന് പറഞ്ഞാലും ഇത് തന്നെയല്ലേ നമ്മളും പറയുന്നേ, ഇത് തന്നെയല്ലേ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ. അവർക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആ എടുത്ത വീഡിയോ സഹിതം നേരെ ഒരു പോലീസ് സ്റ്റേഷനിൽ പോകണമായിരുന്നു. അതല്ലേ ഈ നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കണേ.
അല്ലാത്തതിന് ഒരു മനുഷ്യന്റെ ജീവിതം, ഒരാൾ മരിച്ച് വീണ്ടും വന്നിട്ട് ഇമാതിരി അപരാധികളെ പറഞ്ഞോണ്ടില്ല ഈ മൈലുകള്.